ഇരിക്കടി, ഈ പെണ്ണിന്റെ ഒരു നാണം. എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അല്ലേ? അതാ കുട്ടിയുടെ ഏക പേടിയല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. കുഞ്ഞാപ്പൂ, ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? പിന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. കുഞ്ഞാപ്പൂവും കുഞ്ഞാപ്പൂവിന്റെ മാമ ബാബാഹാജിയും തമ്മിൽ യോജനയായി. ഇവന്റെ ഉമ്മ പറയുന്നത് ഇവൻ കെട്ടാൻ പോണ പെണ്ണിന്റെ ഐശ്വര്യം കൊണ്ടാണ്. ഇല്ലടാ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ. ചന്ദ്ര, ഒന്നിങ്ങ വന്നേ, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടണ്ടേ? പിന്നെ എല്ലാവരും വിളിച്ചു. അല്ല, നല്ല ചൂടുണ്ടല്ലേ? ഞാന് റസിയെ കണ്ട് കല്യാണത്തിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നാ. ഫാത്തിമ പറഞ്ഞു ഡ്രസ് എടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനല്ലേ? അതെ. ഏതെങ്കിലും നല്ല കടയിൽ നിന്ന് വാങ്ങണം, കോഴിക്കോടുന്നോ തിരൂരിന്നോ ഒക്കെ. അതിലെന്ത് ഇത്ര ആലോചിക്കാനുള്ളത് കുഞ്ഞാപ്പുക്ക? അല്ല, അത് റസിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട്. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. കല്യാണത്തിന് മുമ്പും ആദ്യ നാളുകളിലൊക്കെ ഭാര്യയുടെ അഭിപ്രായം ചോദിക്കും, പിന്നെ ഒക്കെ കണക്കാം. ഞാൻ ആ ടൈപ്പല്ല. അതെനിക്കറിയാം. ഫാത്തിമ എന്നോട് കുഞ്ഞാപ്പുക്കിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കണേ. പിന്നെ കുട്ടി, ഞാൻ കല്യാണ തീയതി ഫിക്സ് ചെയ്ത് ആ സുദിനം വരാൻ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ. ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് അത്രയ്ക്ക് ശരിയാണോ? ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണേ. എന്റെ അറിവിൽ നാട്ടുമ്പുറത്തുകാരിയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഫാത്തിമേനോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഫാത്തിമ, ഒന്നിങ്ങ് വന്നേ. ഇങ്ങ് വന്നേ. അത് എന്നെ അല്ലേ? ആ കുട്ടി എന്താ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നു? ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. ഓളെന്താ പറഞ്ഞേ? ഓളൊരുമാതിരി മോനെ വെച്ച വർത്താനോ നോട്ടോ. എന്റെ കുഞ്ഞാപ്പു അത്ര പാവായി പോയില്ലേ? കുഞ്ഞാപ്പു ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ദേ, കല്യാണം കഴിഞ്ഞ ഈ മൂടൊന്നും കിട്ടില്ല കേട്ടോ. മോനെ കുഞ്ഞാപ്പു, കട്ട് തിന്നുന്നതിന്റെ രുചിയൊന്നും വേറെ തന്നെയാണേ. എന്താ കുട്ടി പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ഇത് 21ാം നൂറ്റാണ്ടാ കുഞ്ഞാപ്പു. എന്തിനാ എത്ര പേടിക്കുന്നത്? അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തിനാ ഒരു ഫോർമാലിറ്റി? ഫാത്തിമ എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ. എന്തേ, കുട്ടിക്ക് കുഞ്ഞാപ്പൂനെ അറിയില്ല. കാര്യം പോലീസ് കേസ് അലമ്പൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുഞ്ഞാപ്പൂന്റെ മോറൽ സൈഡ് പെർഫെക്റ്റ്. ഇത് വല്ലതും ആ റസി അറിഞ്ഞ കുട്ടി എന്ത് കരുതും? പിന്നെ കുഞ്ഞാപ്പൂ ഓളെ കെട്ടി കണ്ണാടി കൂട്ടി ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവാ. ആരെ കെട്ടി? റസിയെ കെട്ടി. അത് റസിയല്ലേ? അതിനിടയ്ക്ക് ഇതിനെന്താ കാര്യം? കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്താ കാര്യം? ദേ പിന്നെ ഫാത്തിമ, ഞാൻ കെട്ടാൻ പോകുന്ന റസിയല്ലേ, ഈ കുട്ടി അല്ലല്ലോ. ഇതാണ് റസിയ. ഇതല്ല റസിയ. എന്റെ കുഞ്ഞാപ്പു, ഇതാണ് റസിയ. കുഞ്ഞാപ്പു കെട്ടാൻ പോകുന്ന പെണ്ണ്. അപ്പൊ ശരിക്കുള്ള റസിയ? ഇതിന് ശരിയും തെറ്റും ഒന്നുമില്ല. കുഞ്ഞാപ്പു എന്നോട് വന്ന് ചോദിച്ചത് ഈ കുട്ടിയുടെ കാര്യം, ഞാൻ പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യം. റസിയ, മാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എന്തേ? എനിക്ക് മനസ്സിലായി. ഫാത്തിമ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ വെറുക്കനെ ഓരോരുത്തരെ മക്കാറാക്കും. ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി ശരിക്കുള്ള റസിയ വിളിക്കും. ശരിക്കുള്ള റസിയ ദാ ഈ കുട്ടിയാണ്. ആ കുട്ടി. ഇതാണോ കുഞ്ഞാപ്പു പറഞ്ഞ പെൺകുട്ടി? അതെ, ഇതാണ് ഞാൻ കണ്ട റസിയ. അയ്യോ കുഞ്ഞാപ്പു, ഇത് റസിയല്ല, സുനന്ദ നായർ. കുഞ്ഞാപ്പുവിന് തെറ്റിയതാ. ഓള് ഞങ്ങളുടെ കോളേജിലെ ഒപ്പന ട്രൂപ്പിലുള്ളതാ. അന്ന് വീട്ടിൽ വന്നപ്പോ തട്ടൊക്കെ ഇട്ട് ഒപ്പന കളിക്കാൻ കൂടിയെന്നേ ഉള്ളൂ. അത് കണ്ട്. അപ്പോ മുസ്ലിം കുട്ടി അല്ലല്ലേ? അല്ല, നല്ല നായര് കുട്ടിയാ. ഇതിപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചിട്ടേ നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച. എനിക്ക് നിക്കാഹിന് സമ്മതമല്ല. നമ്മള് ഈ പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കും. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത നിക്കാഹിന് നിർബന്ധിക്കരുതെന്ന് പറ പോലെയാരെ. ആണുങ്ങൾ സംസാരിക്കണത് ഈ ഇടപെടരുത്. 23 വർഷങ്ങൾക്ക് ശേഷം ഒരു പച്ചക്കറി കൊട്ടയം കൊണ്ട് ഇയാള് നമ്മുടെ കുടിന്റെ പടി കടന്നപ്പോഴേ നമുക്ക് അറിയായിരുന്നു ഇയാള് നമ്മളെ പറ്റിക്കുന്നു. ഓൻ ചതിയനാ പോലെയാരെ. ഓന്റെ ചരിത്രം നമ്മളിവിടെ വിസ്തരിക്കണോ? മോളെ, ഈ ഉമ്മാനെ വിളിച്ചിട്ട് അകത്തോട്ട് പോയി. എന്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടീനെ ഓൻ കെട്ടൂല. ഓനെ നിർബന്ധിക്കരുതെന്ന് പറ പോലെയാരെ. കുഞ്ഞാപ്പ അനക്കെന്താ പറയാനുള്ളത്?
ഈ നിക്കാഹ് നടത്താനാണ് നിങ്ങൾ എല്ലാരും കൂടെ തീരുമാനിക്കുന്നതെങ്കിൽ സത്യമായിട്ട് നിക്കാഹ് രാത്രി ഞാൻ ഇയാളുടെ വീട്ടിന് മുമ്പിൽ കെട്ടി തൂങ്ങിച്ചാവും. എന്തിനാണ് എന്റെ വീട്ടിന്റെ മുമ്പിൽ കെട്ടി തൂങ്ങിച്ചാവണത്? നിങ്ങളോട് പെണ്ണാലോചിക്കുമ്പോൾ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇപ്പൊ പൂട്ടിയിട്ട് മൊയിലേരവല്ല ഈ ചട്ടവും പറഞ്ഞ് നിക്കാഹ് ഒഴിവാക്കാൻ നോക്കട്ടെ. അവനെ വെറുതെ വിടരുത്. ആചാര്യ ഓൻ പറയുന്നതിനും കാര്യമില്ലേ? ഓൻ പറയാതെ ഓന് പെണ്ണാലോക്ക് നിങ്ങൾ എന്തിനാ പോയത്? നമ്മള് പോയതല്ല, നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. ആര് നിർബന്ധിച്ച്? പെണ്ണന്വേഷിക്കാൻ ഈ ബീരാനോട് പറഞ്ഞിരുന്നാ പറഞ്ഞു. അതിന് നിങ്ങൾ എന്തിനാ പോയത്? ഞമ്മള് കഴിഞ്ഞ ആഴ്ച താനൂർ കൃഷി ഓഫീസിൽ ജാതിത്തൈ വാങ്ങാൻ പോവാൻ നിൽക്കുമ്പം ഇവൻ എന്റെ കുടിയിൽ വന്നു. ജാതിത്തൈ വാങ്ങാൻ പോണ ജീപ്പില് ഓനും കൂടി വന്നോട്ടെ, താനൂര് ഓനൊരു പെണ്ണന്വേഷണം ഉണ്ടെന്നും പറഞ്ഞു. ജീപ്പിന്റെ ഔത്താണ് ജാസ്തി ഇടവുണ്ടല്ല. എന്നാ ഈ പോന്നോളി, എനിക്ക് ജാതിത്തൈയും മേടിക്കാം, എനക്ക് പെണ്ണും അന്വേഷിക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ജാതിത്തൈ എത്ര മേടിച്ചു? മേടിച്ചില്ല. കൃഷി ഓഫീസിന്റെ മുമ്പിൽ ജാതി ചോദിക്കരുത് പറയരുതെന്ന് എഴുതി വെച്ചിരിക്കണം കണ്ട് തിരിച്ചിഞ്ഞു പോന്നു. അത് കലക്ക് പോലാളി. ബീരാനെ, സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് നിങ്ങൾ പറഞ്ഞോളി. അതാ നിങ്ങൾക്ക് നല്ലത്. ഒരു പെൺകുട്ടിയുടെ അവളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഇത്. കണ്ട ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെ കാര്യത്തിൽ നിരപരാധിയാണെന്ന്? അതിനാളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? കണ്ണീരോട്ട് എഴുതി കാണിച്ചോണ്ടിരിക്കല്ലേ. ബീരാനിക്കൊന്നും ഇപ്പൊ എല്ലാവർക്കും എന്റെ നിരപരാധിത്വം മനസ്സിലായല്ല. നിങ്ങളിങ്ങനെ വട്ടമേശ സമ്മേളനം കൂടി നിൽക്കണ്ട. ഇവരെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കാൻ നോക്ക്. പോയിട്ടപ്പോ തിരക്കൊണ്ട് വരട്ടെ. പക്ഷേ മൈലിയാരെ താൻ എന്ത് കളി കളിച്ചാൽ ഈ ദുനിയാവിൽ തന്റെ മോളെ അല്ലാതെ കുഞ്ഞാപ്പ് വേറെ ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കൂല. അയ്യേ, കുഞ്ഞാപ്പ് മൊയിലാളിയെ പോലെ ഉച്ചിനുള്ള ഒരു വേറൊന്നും വിചാരിക്കരുത്. മൊയിലാളി ആ തൊടിയിൽ മറക്കിരിക്കാൻ പോവുക. നമുക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ആ ഉമ്മർ ഇരിക്കി. ഇതാണ് കുഞ്ഞാപ്പു, ഇങ്ങടെ മോളെ ഇവന് വേണ്ടി ആലോചിച്ചത്. എന്റെ ഇക്ക, കല്യാണം ആലോചിക്കാനൊന്നും ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു വിലാസം കൊടുത്തു എന്നുള്ളത് ശരിയാ. പക്ഷെ അപ്പോഴേക്കും ഇവരെല്ലാരും കൂടെ പോയിട്ട് കല്യാണ തീയതി ഉറപ്പിച്ചിട്ട് വന്ന നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയല്ലേ? അതെ. ഇത് എന്ത് നാട്ടുകടപ്പാ ഉമ്മറേ? ചെക്കനെ കാണാണ്ട് സംസാരിക്കാണ്ട് വേണോ പെണ്ണിനെ നിക്കാഹ് ഉറപ്പിക്കുന്നത്? അതൊക്കെ പറഞ്ഞു മല്യാരെ. അപ്പൊ ഇയാളും ഹാജിയാരും പറഞ്ഞത് പെണ്ണും ചെക്കനുമായിട്ട് 16 വർഷമായിട്ട് അടുപ്പത്തിലാണ്, കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു ഒളിച്ചോടി പോകുക പോലും ചെയ്യുന്നു. കണ്ടോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? 16 വർഷം പോയിട്ട് 16 ദിവസം പോലും ആയിട്ടില്ല ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട്. പിന്നെ എങ്ങനെ പ്രേമിക്കാനാ? എല്ലാത്തിനും കാരണക്കാരൻ ഇയാളെ വെറുതെ വിടരുത്. കുഞ്ഞാപ്പു നിർത്ത്. ഹാജിയാരെ, പറയുന്നതുകൊണ്ട് വിരോധം തോന്നരുത്. ഉമ്മർ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഹാജിയാർക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് ഒഴിയാൻ പറ്റില്ല. ഒന്നുകിൽ കുഞ്ഞാപ്പുവിനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുക, അല്ലെങ്കിൽ റസിയയ്ക്ക് അനുയോജ്യനായ ഒരു വരനെ ഹാജിയാര് തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞുറപ്പിച്ച തീയതിക്ക് കല്യാണം നടത്തി കൊടുക്കുക. അതാണ് തറവാടിത്തം. അതാണ് ശരി. ഇനി ആ കുട്ടിക്ക് പറ്റിയ ചെക്കൻ നമ്മളെവിടെ പോയി കണ്ടുപിടിക്കാൻ? മൊയിലാളി എന്റെ മണ്ടയിൽ ഒരു കുത്തി മിന്നുന്നുണ്ട്. മൊയിലാളിയുടെ മകൻ ചെയ്തിന് വേണ്ടി മൊയിലാളി പെണ്ണിനെ നടക്കില്ലേ? ഓനെ കൊണ്ട് റസിയാനെ കെട്ടിച്ചാലോ? തൊട്ടുപോകരുത്. സലാഹുദ്ദീൻ പറഞ്ഞാണ് കറക്റ്റ്. അതാണ് അതിന്റെ ശരി. ഹാജിയാരെ, നമുക്ക് ആ വഴിക്ക് കൂടി ഒന്ന് ആലോചിച്ചാലോ? അതിന് പെൺകുട്ടി സമ്മതിക്കണ്ടേ? പെൺകുട്ടിയുടെ സമ്മതോട് നിങ്ങൾ ബേജാറാവണ്ട, അത് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഇനി പടച്ചോനെ സാക്ഷി നിർത്തി ഇമ്മളൊരു സത്യം പറയട്ടാ. ഇങ്ങടെ മോടെ പ്രായത്തിലൊരു പെൺകുട്ടി ഇമ്മടെ പുരയിലും ഉണ്ട്. ഇതാണ് നിങ്ങൾ പറഞ്ഞ വലിയ സത്യം. ബലാലെ ഇങ്ങടെ മോളെ ചതിക്കാൻ ഇമ്മക്ക് മനസ്സ് വരണില്ല. മൊയിലേരെ, മാഷെ, ഇമ്മടെ മോന് ഒരു സാമ്പത്തിക ജീവിതം പറഞ്ഞിട്ടില്ല. സാമ്പത്തികമല്ല മൊയിലാളി, ദാമ്പത്യം. മുണ്ടാട്ടിട്ടാ. അത് കൂട്ടൊരു ജീവിതം ഇനി ഓന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതെന്താ ഹാജിയാരെ? ഈ അടുത്ത കാലത്ത് ഒരു മരുന്ന് മാറിക്കഴിച്ച് അതോടെ ഓന്റെ ഊർജം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അതേത് മരുന്ന്? മാമാ, സയ്യിദ് എന്റെ മച്ചാനാണ്. അവന്റെ ജീവിതം കോഞ്ഞാട്ടാവുന്നത് നോക്കി കൈയും കെട്ടി നിൽക്കാൻ ഈ കുഞ്ഞാപ്പൂന് പറ്റൂല. പരിഹാരമുണ്ട്. മൊയിലാരെ, ഹാജിയാരുടെ മോന്റെ കാര്യം തന്നെ ഉറപ്പിക്കാം. ഈ പറഞ്ഞ തീയതിക്ക് തന്നെ നിക്കാഹ് നടത്തിക്കളയാം. കണ്ടില്ലേ ദൈവം ഓരോ വഴികൾ തുറക്കുന്നത്. സമുദായ നിയമം അനുസരിച്ച് ചോദിക്കുക, കുഞ്ഞാപ്പു ഈ നിക്കാഹിന്ന് ഒഴിയാണല്ലോ. അതെ. അപ്പൊ പിന്നെ നമ്മളിനി നിൽക്കണില്ല. മൊയിലാളി ചെയ്തിനോട് പറയണം, ഈ മരുന്ന് കഴിക്കുമ്പോ പെരുത്ത് വെള്ളം